മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. റോബർട്ട് കോച്ച് എന്ന ശാസ്ത്രജ്ഞൻ TB ഉണ്ടാക്കുന്ന രോഗാണുവിനെ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ കണ്ടുപിടിച്ച ദിവസമാണ് വേൾഡ് TB ഡേ ആചരിക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന സാംക്രമിക രോഗമാണ് TB. ഇന്ത്യയെ സംബന്ധിച്ച് ഇതിന്റെ ബേർഡൻ വളരെ കൂടുതലാണ്. സാധാരണയായി നൽകുന്ന മരുന്നുകളോട് പ്രതികരിക്കുന്ന ഡ്രഗ് സെൻസിറ്റീവ് ട്യൂബർകുലോസിസും അതിനോട് പ്രതികരിക്കാത്ത ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർകുലോസിസുകളും ഉണ്ട്. ഇതിൽ ഡ്രഗ് സെൻസിറ്റീവ് ട്യൂബർകുലോസിസിന്റെ ചികിത്സ 6 മാസമാണ്. ചില കേസുകളിൽ പ്രത്യേകിച്ചും അസ്ഥിയൊക്കെ ബാധിച്ചിട്ടുള്ള ട്യൂബർകുലോസിസിൽ 1 വർഷം വരെ ട്രീറ്റ്മെന്റ് കൊടുക്കണം. ഡ്രഗ് റെസിസ്റ്റന്റ് ട്യൂബർകുലോസിസ് എന്നത് വളരെ ഗുരുതരമായ അസുഖമാണ്. ഇതിനു വേണ്ടി പുതിയ മരുന്നുകൾ കണ്ടുപിടിച്ചതിനാൽ ഇപ്പോൾ നമുക്ക് അതും ചികിത്സിച്ച് മാറ്റാൻ കഴിയുന്നുണ്ട്. മറ്റു രോഗങ്ങളുള്ളവർക്ക് TB ബാധിച്ചാൽ സീരിയസ് ആവാൻ സാധ്യതയുള്ളതിനാൽ അതീവ ശ്രദ്ധ വേണം. നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ TB രോഗത്തെ ഈ ലോകത്ത് നിന്നും തുടച്ചു നീക്കാൻ സാധിക്കും.